അറിയപ്പെടുന്ന മഹാഗണപതി ക്ഷേത്രമാണെങ്കിലും പ്രധാനപ്പെട്ട ശിവനാണ്. ഗണപതിക്ക് മറ്റുള്ള ഗണപതി അമ്പലങ്ങളെ സംബന്ധിച്ച് പ്രത്യേകത വെച്ചാൽ 2 കൊമ്പുള്ള ഗണപതിയാണ്. അത് ബാലഗണപതിയാണ്. കിഴക്കോട്ട് ശിവപ്രതിഷ്ഠ, തെക്കോട്ട് ഗണപതി, പടിഞ്ഞാട്ട് പാർവതിദേവി അമ്മ, പിന്നെ അയ്യപ്പനും മുരുകനും, സുബ്രഹ്മണ്യനും നാഗരാജാവും. അവർ ശിവകുടുംബം മൊത്തം ഉള്ള ക്ഷേത്രമാണത്. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം കേരളത്തിലെ 5 പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്ന്. കാസർഗോഡ് മധൂർ ഗണപതി ക്ഷേത്രം, മമ്മിയൂർ ഗണപതി ക്ഷേത്രം, പമ്പ ഗണപതി ക്ഷേത്രം, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ പഴവങ്ങാടി ക്ഷേത്രം, പിന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. ഈ 5ഉം പ്രസിദ്ധമാണ് ഗണപതി ക്ഷേത്രങ്ങളിൽ. അപ്പം നമ്മൾ വന്നേക്കുന്നത് ദർശനം കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഉണ്ണിയപ്പം അറിയാലോ, എന്തൊരു ഫേമസാണ് ഉണ്ണിയപ്പം ഇവിടുത്തെ, എന്തൊരു സ്വാദാണ്. നല്ല ഉണ്ണിയപ്പം കഴിച്ച് ഇനി അടുത്ത പരിപാടി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നല്ല മസാല ദോശ, നെയ് റോസ്റ്റ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ പതിവാ എന്ത് നല്ല മസാല ദോശ. അപ്പോൾ വിട്ടേക്കാം, വാ. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം തൊട്ടടുത്ത്, അത് കുളത്തിന് നേരെ സൈഡിലായിട്ടാണ് നമ്മുടെ ഹോട്ടലിംഗ്. ഹായ്, കഴിച്ചാ? കയ്യോ ഒന്ന് കൈ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കല്ലേ? അയ്യോ, ഇനി ആ മോന് സമയം നല്ലത്. ഇപ്പൊ ശനി കഴിഞ്ഞു, ആയുസിലേക്കാ. മോൻ ആയുസ് പറഞ്ഞത് 78 വയസ്സല്ല 80 വയസ്സ് വരെ ഫലം പറയാനുണ്ട്. കല്യാണം നടക്കോ? കല്യാണം 29 വിവാഹത്തിന് അർഹത ഉണ്ടായിരുന്നു. നടന്നു കല്യാണം ഇല്ല. 31 വിവാഹത്തിന് അർഹതയുണ്ട്. ഈ അമ്പലത്തിൽ വരുന്നത് ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. അതിന്റെ കൂടെ തന്നെ കുറെ നല്ല കാര്യം കേട്ടാൽ കൂടുതൽ ഉന്മേഷമായി. അപ്പൊ അതിന്റെ പേര് 2 മസാല എക്സ്ട്രാ കഴിക്കാം. പതിനെട്ട് വർഷം മുമ്പ് തുടങ്ങിയൊരു കൊച്ചു കട. ആ കട ഇപ്പോൾ അത്യാവശ്യം 10-30 പേർക്ക് ഇരിക്കാൻ പറ്റിയ ലെവലിലേക്ക് ആയിട്ടുണ്ട്. അജയേട്ടോ, എന്നാണ്ട്? സുഖം തന്നെ? സുഖം, നല്ല കച്ചവടം എങ്ങനെ? നന്നായിട്ടിരിക്കണേ. എപ്പോൾ അടയ്ക്കും? നമ്മൾ 12:30 1 മണിക്ക് അടയ്ക്കടേ. ഉച്ചഭക്ഷണം ചോറില്ല? ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് വരെ? ബ്രേക്ക്ഫാസ്റ്റ് ആണ്, പ്രഭാതഭക്ഷണം മാത്രം. അപ്പോൾ തുറക്കും എത്ര? തുറക്കുന്ന 5 മണിക്ക് തുറക്കും. എങ്ങനെ ഈ ഹോട്ടൽ ഫീൽഡിൽ എത്തിപ്പെട്ടെ? ഇത് ശരിക്കും തുടങ്ങിയത് എൻ്റെ സഹോദരി ഭർത്താവാണ്. അന്നേ ഇവിടെ തന്നെ ബിൽഡിംഗ് നമ്മൾ കാര്യങ്ങളൊക്കെ? അല്ല, ഇവിടെ ആയിരുന്നില്ല, കുറച്ച് അപ്പുറത്തായിരുന്നു. അതിനുശേഷം ഇപ്പം ഇവിടെ ഈ ബിൽഡിങ്ങിലേക്ക് മാറിയിട്ട് 1 വർഷം. ഓർഡർ ഉണ്ടോ? 9 ഇഡ്ഡലി, 1 ദോശയായി, അപ്പോട്ടായി. ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വയറിറച്ച് ഭക്ഷണം കൊടുക്കുക. സമ്പത്ത് കൊടുക്കുമ്പോൾ ഒരാളെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. എത്ര കൊടുത്താലും പോരട്ടെ എന്ന് പറയും. പക്ഷേ ഭക്ഷണം കൊടുത്താലോ മതി എന്ന് പറയും. ഈ ലോകത്ത് കണ്ടത് അങ്ങനെയാണ്. മതി എന്ന് പറയുന്ന ഒരു സാധനം ഭക്ഷണം വലിയ. പിന്നെ എൻ്റെ കരുത്തായിട്ട് എൻ്റെ കുറേ ജീവനക്കാരുണ്ട്. അവരെല്ലാത്തിനും എൻ്റെ കൂടെ തയ്യാറായിട്ട് നിൽക്കും. അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. ചിരിയില്ലേ നമ്മളെ ഏറ്റവും വലിയ ആണല്ലേ? ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിച്ചാണ് അച്ഛൻ്റെ മുഖത്ത് എപ്പോഴും നോക്കിയാലും അച്ഛൻ എന്ത് പറഞ്ഞാൽ ചിരിക്കും. അപ്പം ഒരു സങ്കടം പറയുകയാണെങ്കിൽ ചിരിച്ചോടെ സങ്കടം പറയാം അല്ലേ? മെയിനായിട്ട് നെയ് റോസ്റ്റോ മസാല ദോശയോ? നെയ് റോസ്റ്റ്, മസാല പൂരി, ദോശ ഏറ്റവും കൂടുതൽ ദോശയാണ്. 3 ദോശയും വടയും ചായ 50 രൂപ. 50 രൂപ. ഒരു ദോശയ്ക്ക് 10 രൂപ, വടയ്ക്ക് 10 രൂപ, ചായക്ക് 10 രൂപ. പൂരി മസാല 40-50? 50. പൂരി മസാല വട 60 രൂപ. ഈ അമ്മയ്ക്ക് 5 വടയും. എത്രയമ്മേ? താണ്ട് ഇത് കൊണ്ടുപോക്കോ അമ്മേ, കൊണ്ടുപോയിക്കോ. എത്ര കൊല്ലം ചായ ഫീൽഡിൽ? ഞാൻ 15 വർഷം. 15 വർഷമായി. നീട്ടിയടിക്കും? വലിയ നീട്ടൊന്നുമില്ല, പ്രായം കുറെ ആയാലും ഇനി വലിയ പാടാണ്. ആടാ. പക്ഷെ ഓരോ ചായ ഫെയിം കേട്ടോ. ഈ അടിച്ച ചായ ടേസ്റ്റ് വേറെ തന്നെയല്ലേ, നല്ല പതഞ്ഞിരിക്കും.
നിങ്ങളെന്ത് പറഞ്ഞേ? കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ലേ? എന്നാൽ കഴിക്കണ്ട. കേട്ടോ, ഇത്രയും വലിയൊരു മസാല ദോശ 50 രൂപയുള്ളൂ. നെയ്റോസ് 40 രൂപ, പൂരി മസാല 50. പക്ഷെ റേറ്റ് കുറവ് വെച്ചിട്ട് ഭക്ഷണത്തിൻ്റെ സ്വാദിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. നല്ല ഭക്ഷണം. കാരണം തിരക്കുണ്ടില്ലേ, ഈ അമ്പലം തൊഴിൽ കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഒന്ന് കഴിച്ചിട്ട് മിക്ക ആൾക്കാർ പോകാറുള്ളൂ. അതാണ് വസ്തുത. ഇപ്പോൾ ഒരു കൊതി വെക്കുക. രാവിലെ 5:30 വരെ തുറക്കും, ഉച്ചയ്ക്ക് 1 മണി വരെ മസാല ദോശ, പൂരി, ഇടിയപ്പം, മുളക് ചമ്മന്തി ഉണ്ട്, വെള്ള വയറ്റില ചമ്മന്തി, ചോന്ന ചമ്മന്തി, പിന്നെ സാമ്പാർ. കഴിച്ചിട്ട് വല്ല നമ്മൾ നല്ല വിട്ടേക്കും. അപ്പം അടുത്ത സ്ഥലത്ത് വീണ്ടും സന്ധിക്കാം. അതുവരേക്കും പോട്ടെ. ഞങ്ങളൊരു ബൈ പറഞ്ഞേക്ക്, ഒരു ബൈ പറഞ്ഞേക്ക്. ബൈ ബൈ, പോട്ടെ.